ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ പ്രഗ്നൻസി ജേർണി പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ 4 വീഡിയോസ് കാണാത്തവർ അതൊന്ന് കാണുക, എന്നാലാണ് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ട് മിഡ് വൈഫിനെ കണ്ടു. അപ്പോൾ നമ്മുടെ റിസൾട്ട് കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ഭയങ്കര കൂടുതലും കുറവൊക്കെ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എമർജൻസി അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞ് നമ്മൾ എമർജൻസിയിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അങ്ങനെ എമർജൻസി കയറി പെട്ടെന്ന് തന്നെ കണ്ടു. അന്ന് നമുക്ക് അത്രയും നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് അവർ വേഗം തന്നെ നമ്മളെ കയറ്റി കാണിച്ചു. അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോഴാണെങ്കിലും ഹാർട്ട് റേറ്റ് ഭയങ്കര കൂടുതൽ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഭയങ്കര കുറവായിരുന്നു. അതുപോലെ തന്നെ യൂറിനിൽ കീറ്റോൺ, പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലും കുറവൊക്കെ ആയിരുന്നു. ആൾ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയതുകൊണ്ട് ഫുഡോ കാര്യങ്ങളോ വെള്ളമൊന്നും കുടിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഞാൻ ഫിസിക്കലി ഓക്കെ ആയിരുന്നു, കുറച്ച് ടയേർഡ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴേ എൻ്റെ മിഡ് വൈഫ് എന്നോട് പറഞ്ഞതനുസരിച്ച് എനിക്കൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ ഇപ്പം വീട്ടിൽ പോയിരുന്നെങ്കിൽ എൻ്റെ ഹെൽത്ത് തന്നെ അത് ബാധിക്കുമായിരുന്നു. കാരണം അത്രത്തോളം ഞാൻ വീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മിഡ് വൈഫ് നമ്മൾ എമർജൻസിയിലോട്ട് വേഗം തന്നെ പൊക്കോ വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് അവർ ബ്ലഡ് എടുത്തിട്ടൊന്നും കിട്ടുന്നില്ല. കാരണം ഡീഹൈഡ്രേറ്റ് ആയതുകൊണ്ട് വെയിനും കാര്യങ്ങളും അവർക്ക് കിട്ടുന്നില്ല. കുറേ ഡോക്ടേഴ്സ് വന്ന് മാറി മാറി കുത്തി, അവർക്കും കിട്ടുന്നില്ല. കിട്ടുന്നതാണെങ്കിൽ കുറച്ച്, അത് അപ്പം തന്നെ ക്ലോട്ടായി പോകുന്നുണ്ട് ഇതായി. പിന്നെയും ഒരു വെയിറ്റ് ചെക്കിങ് ചെയ്തു. വെയിറ്റ് ഭയങ്കര കുറവ്, 34 കിലോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അവരപ്പം തന്നെ എമർജൻസി ആയിട്ട് നമുക്ക് ഫ്ലൂയിഡ് ഇട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാൻ നോക്കി. അതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവർ. നമുക്ക് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളൊക്കെ വേണോ എന്ന് നമുക്ക് അരമണിക്കൂർ കൂടുമ്പോൾ എന്ന് ചോദിക്കുമായിരുന്നു. എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്തെങ്കിലും കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് തന്നെ നിർത്തി. ഒരു രാവിലെ പോയിട്ട് നമ്മൾ ഏകദേശം വൈകിട്ട് ഒരു 7 മണി വരെ എമർജൻസിയിൽ നമുക്ക് കിടക്കേണ്ടി വന്നു. അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമുക്ക് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ഡയറ്റീഷ്യൻ വന്ന് കണ്ടു. ഡയറ്റീഷ്യൻ വന്നിട്ട് ഇന്ന രീതിയിലുള്ള ഫുഡ് കാര്യങ്ങൾ കഴിക്കണം. അതുപോലെ തന്നെ കുറേ ഡോക്ടേഴ്സ് വന്ന് കണ്ടിട്ട് നമുക്ക് കുറേ അഡ്വൈസ് തന്നു. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ടെൻഷനായി. അവരും ഭയങ്കര ടെൻഷനായിട്ട് ബേബീസിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 8 വീക്കിൽ സ്കാനിങ് ഒരിക്കലും പോസിബിൾ അല്ലായിരുന്നു പോലും അവർ ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് എമർജൻസി ആയിട്ട് ഒരു സ്കാനിങ് അറേഞ്ച് ചെയ്ത് തന്ന് സ്കാനിങ് ചെക്ക് ചെയ്തു. സ്കാനിങ്ങിൽ ബേബീസൊക്കെ ഫൈൻ, എവറിത്തിങ് ഓക്കെ ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ മാത്രം ഇച്ചിരി വീക്കായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഒരിക്കലും ഇങ്ങനെ ഫുഡ് കഴിക്കാതെ ഇരുന്നാൽ ശരിയാവില്ല, ഛർദിയൊക്കെ അതിൻ്റെ ഒരു പ്രോസസ്സാണ്, അത് മൈൻഡ് ചെയ്യാതെ ഇച്ചിരിയെങ്കിലും കഴിച്ച് ഇത് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ ഫുഡ് എടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അതുപോലെ വോമിറ്റിംഗ് ആയിരുന്നു. ഇപ്പം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് അത് മനസ്സിലാവും, വോമിറ്റിങ്ങിൻ്റെ ഒരു ഭീകരത എങ്ങനെയാണ് പ്രഗ്നൻസിയിൽ എന്നുള്ളത്. നമുക്ക് വോമിറ്റ് ചെയ്ത് ശ്വാസം കിട്ടാത്ത അവസ്ഥ, അങ്ങനത്തെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ഫുഡ് കഴിക്കുന്നില്ല. അത് പിന്നെ വേണ്ടാത്തതുകൊണ്ടായിരുന്നു. എനിക്ക് ഒട്ടും തന്നെ വിശപ്പുണ്ടായിരുന്നില്ല, ഒന്നും തന്നെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പ്രഗ്നൻസി ക്രേവിങ്സോ അങ്ങനെ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നില്ല. കൂടുതലും റെസ്റ്റ് എടുക്കണം, കിടക്കണം എന്നുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എപ്പോഴും തളർച്ച ചെയ്തുകൊണ്ട് അങ്ങനെ കിടക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുളി അങ്ങനെ പല്ല് തേപ്പ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നില്ല. ഭയങ്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് നമുക്ക് കുളിക്കാനോ അങ്ങനെ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടും ഒട്ടും തന്നെ പറ്റിയില്ലായിരുന്നു. അങ്ങനെ നമുക്ക് സഖി നമ്മൾ ഒന്ന് കുളിക്കാൻ ഒക്കെ പോയി കഴിയുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കര തലകറക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്താ പറയുക, ഭർത്താവ് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പോയി കുളിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ കുളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, തലകറങ്ങി ബാത്റൂമിൽ വീണു. അപ്പോൾ ആ ഒരു അവസ്ഥ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക.